ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ എന്താണ് പറഞ്ഞത്, ഒരു റേഞ്ചാണ്. ആ റേഞ്ച് ഭേദിച്ച് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് വന്ന് സസ്റ്റെയിൻ ചെയ്യും, അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ഒരു ട്രേഡ് എടുക്കാവൂ എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഇല്ലേ. അതുപോലെ തന്നെ മാർക്കറ്റ് ഏകദേശം നമുക്കൊരു 23,377 ഈ കാണുന്നത് നമ്മുടെ സെക്കൻഡ് ടാർഗറ്റിനടുത്താണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, ഓപ്പൺ ആയത് ഇല്ലേ. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ആ സ്കിപ്പ് ചെയ്യല്ലേ, ഇത് കേൾക്കുന്നതിന് മുമ്പ് ഇത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേൾക്കണം എന്താ ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ ബഹളം വെച്ചു, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് അടിക്കുന്നില്ല, ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാവരും ഇപ്പം 200 പേരോളം ലൈക്ക് അടിച്ചു. ഓക്കെ, സമ്മതിച്ചു. അത് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ലൈക്ക് അടിച്ചത് എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല. ഇത് വീഡിയോ കാണാൻ പറയുന്നത് നിങ്ങളുടെ ട്രേഡിങ് പിന്നെ ഒന്നുകൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടി കൂടെ തന്നെയാണ് ഇത് കാണാൻ പറയുന്നത്. ഈ കണ്ട് എല്ലാ കാര്യങ്ങളും ഉപകാരപ്പെടുന്നതിന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും, മനസ്സിലായോ. പക്ഷെങ്കിൽ ഇത് നിങ്ങൾ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് കണ്ടെന്നുള്ളതിന് ഉത്തമ ഉദാഹരണം ഞാൻ കാണിക്കാം. ഓക്കെ, ഇതാ നോക്കിക്കോ, ആരും സ്കിപ്പ് ചെയ്ത് പോകല്ലേ, ഇതൊന്ന് കാണണം. ഓക്കെ, ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ അവൻ വരുന്നു ഇത്. ഓക്കെ, 724 പേര് വ്യൂ കണ്ടു. സാധാരണ രീതിയിൽ 10, 300, 400 പേരെ കാണത്തുള്ളൂ. 724 പേര് വ്യൂ കണ്ടു. ഓക്കെ, അപ്പോൾ അതിലേതാണ്ട് 200 ലൈക്ക് എങ്ങാണ്ടുണ്ട്. ഓക്കെ, ഞാനത് തുറന്ന് കാണിക്കാം. പക്ഷെങ്കിൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചേ, ഇത് കണ്ടത് ആവറേജ് 5 മിനിറ്റാണിത് ഈ വീഡിയോ കണ്ടേക്കുന്നത്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ആകെ 5 മിനിറ്റാണ് ഈ വീഡിയോ കണ്ടേക്കുന്നത്. 742 പേര് വീഡിയോ കണ്ടു. ഓക്കെ, ആവറേജിനേക്കാളും താഴെ. സാധാരണ രീതിയിൽ എൻ്റെ ഒരു വീഡിയോ 10 മുതൽ 12 മിനിറ്റ് വരെയൊക്കെ സാധാരണ രീതിയിൽ ആൾക്കാർ കാണാറുണ്ട്. ഇത് കണ്ടത് 5 മിനിറ്റ്. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി, എൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് വന്നു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് വ്യൂ ആവുമല്ലോ. അപ്പോൾ ഓപ്പൺ ചെയ്ത് കണ്ടു, ലൈക്ക് അടിച്ചു, നിങ്ങൾ പോയി. അല്ലാതെ നിങ്ങൾക്ക് പഠിക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല. എല്ലാവരും അല്ല ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് വീണ്ടും ഒരു കാര്യം പറയാം. സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ഇപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ എനിക്ക് എന്താ പറയുന്നത്, ഒരു വ്യൂ മാത്രമല്ലപ്പാ. നിങ്ങൾ അങ്ങനെ വിചാരിക്കല്ലേ. ഇനിയിപ്പോൾ ഞാനിതിനകത്തിൽ വ്യൂ പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ വ്യൂ കൂട്ടാൻ വേണ്ടി ജസ്റ്റ് വന്ന് കണ്ടിട്ട് അങ്ങനെ എന്ത് കാര്യമില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇത് തുറന്ന് കാണിക്കാം നിങ്ങളെ. ഓക്കെ, 205 ലൈക്ക് എനിക്ക് കിട്ടി. ഓക്കെ, വലിയ മഹാസംഭവം 205 ലൈക്ക്. പക്ഷേ ഈ 205 ലൈക്ക് കിട്ടിയിട്ട് എന്താ കാര്യം? നിങ്ങൾ പഠിക്കാൻ കൂടെ വേണ്ട. ഞാൻ ഈ കഷ്ടപ്പെടുന്നതിന് പഠിക്കുക. 737 വ്യൂ ആയെങ്കിലും നിങ്ങൾ കണ്ടത് 5 മിനിറ്റാണ്. ഓൺ ആൻ ആവറേജ് കണ്ടത് 5 മിനിറ്റാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. നമുക്കൊരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ കുറുക്ക് വഴി ഇല്ലാന്നേ. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്കൊരിക്കലും, ഞാൻ ക്ലോസ് ചെയ്യുക, സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ആർക്കും ഒരിക്കലും എന്ത് ചെയ്യില്ല, കുറുക്ക് വഴിയില്ല. പഠിക്കുക എന്നുള്ളത് അല്ലാതെ വേറെ യാതൊരു മാർഗ്ഗവുമില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യം, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നമുക്ക് ലൈവ് മാർക്കറ്റ് ഞാൻ പറഞ്ഞില്ലതാ, ഈ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു ഇത് സംഭവം വരാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. എങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റിയത്? ഞാനിത് പഠിച്ചുകൊണ്ടാണ് പറയാൻ പറ്റിയത്. ഞാൻ ഈ പ്രൈസ് ആക്ഷൻസ് ഇത് പഠിച്ചുകൊണ്ടാണ് എനിക്കിങ്ങനെ പറയാൻ പറ്റിയത്, മനസ്സിലായേ. അപ്പം നിങ്ങൾക്കും ഈ ഇതുപോലുള്ള പാറ്റേൺസിനകത്തിൽ ഇങ്ങനെയുള്ള ലെവലുകൾ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കണം. അല്ലാതെ ഉത്സവപ്പറമ്പിലെ കുലുക്കിക്കുത്തി കളി പോലെ 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും, 4 വെച്ചാൽ 8 കിട്ടും, കട്ട മറിഞ്ഞാൽ കാണുന്ന അവിടെ എന്നൊക്കെ പറഞ്ഞ് ഉത്സവപ്പറമ്പിൽ നമ്മൾ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ. അവിടെ ചുമ്മാതെ നമ്മൾ ഹീറോയ്ക്കോ അല്ലെങ്കിൽ ചുമ്മാതെ മുകളോട്ട് പച്ചയാണ് സി, താഴോട്ട് പി ആണെന്ന്, റെഡ് ആണെന്നുണ്ടെങ്കിൽ പി എടുത്ത് നിങ്ങൾ പൈസ കളയുകയല്ല ചെയ്യേണ്ടത്. നമുക്കൊരു ട്രേഡിംഗ് സെറ്റപ്പ് വേണമെന്നേ ഞാൻ എപ്പോഴും ഈ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ തലയിൽ കയറാൻ വേണ്ടി ഈ പറയുന്നത്, മനസ്സിലായി. നമുക്കൊരു ട്രേഡിംഗ് സെറ്റപ്പ് വേണം. ട്രേഡിംഗ് സെറ്റപ്പ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് വന്നു, നമുക്ക് ഇവിടെ അങ്ങ് ട്രേഡ് നമ്മൾ എടുത്തില്ല ഇല്ലേ. ഇതിനകത്ത് BTST ഉണ്ടായിരുന്നത് ഒക്കെ ആൾക്കാർക്ക് ബുക്ക് ചെയ്തു. അല്ലാതെ നമുക്ക് ട്രേഡ് ഇതിനകത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ പറഞ്ഞത് ഒന്നുകിൽ നമുക്ക് ഇത് ബ്രേക്ക് ചെയ്യണം ഇല്ലേ. ഈ സംഭവം ബ്രേക്ക് ചെയ്തെങ്കിലേ നമുക്കൊരു ട്രേഡ് ഉള്ളൂ. അല്ല, ഇവിടുത്തെ താഴെയാണ്, ഇത് ബ്രേക്ക് ചെയ്യണം. ഇത് ബ്രേക്ക് ചെയ്യുകയാണ് നമുക്കൊരു ട്രേഡ് ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇത് നേരെ തിരിച്ചു പോയി ഇത് ബ്രേക്ക് ചെയ്യണം ഇല്ലേ. ഇത് ബ്രേക്ക് ചെയ്യണം. ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇത് ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം. ഈ 2 സെറ്റപ്പാണ് നമുക്കുള്ളത് ഇല്ലേ. അതിനിപ്പോൾ ഇവിടെ നിന്ന് സംഭവിച്ചേ, ഫസ്റ്റ് സെറ്റപ്പ് ഇവിടെ സംഭവിച്ചു, ഇവിടെ ഇത് ബ്രേക്ക് ചെയ്തു.
ഇത് ബ്രേക്ക് ചെയ്തു. ഇത് നോക്കിക്കേ, ഇവിടെ വേണം നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ ഞാൻ ഇന്നലെയും പറഞ്ഞത്. ഇതുപോലത്തെ കാര്യങ്ങൾ നമുക്ക് ലൈവ് മാർക്കറ്റിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. ഇവിടെ നമ്മൾ എന്താ സംഭവിക്കുന്നത്, എക്സ്പയറി ഡേ ആണ്. പെട്ടെന്ന് മാർക്കറ്റ് പെട്ടെന്ന് ഉരുകി തീരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇവിടെ നേരെ താഴോട്ട് വന്നു, നേരെ തിരിച്ചു പോയി, പിന്നെ താഴോട്ട് വന്നു, പിന്നെ മേലോട്ട് പോയി, പിന്നെ ഒരു പച്ച കാണിച്ചു, പിന്നെ താഴോട്ടും മേലോട്ടും പോയി ഒരു ഡോജ് വന്നു, പിന്നെ താഴോട്ട് വന്നു, ഇങ്ങനെ 3 പക്ഷേ ആക്ച്വലി നമുക്ക് ഇവിടെ ഒരു ട്രേഡ് വിശ്വസിച്ചെടുക്കാൻ പറ്റത്തില്ല. വിശ്വസിച്ചൊരു ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ വന്നു, നേരെ തിരിച്ചു പോയി, പിന്നെ താഴെ വന്നു, പിന്നെ തിരിച്ചു പോയി. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. കാരണം നമുക്കൊരു സെറ്റപ്പ് വരാം, ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടി ഒരു സെറ്റപ്പ് വരണ്ടേ. ചുമ്മാ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞത്, ഇനിയും മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, നമുക്ക് 23,335 ക്രോസ് ചെയ്യാതെ നമുക്കൊരു ട്രേഡ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതുവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ റിസ്ക് എടുക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ലൈൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ മാർക്കറ്റ് അപ്പോൾ ഇവിടെ ആടി കളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഫോർമേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ. റിയലി അതല്ല, പക്ഷേ ആ ഒരു പാറ്റേൺ വന്നു. അതുകൊണ്ട് മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങനെ പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അങ്ങനെ അത് കണ്ട് ഇവിടുന്ന് എടുത്തവർക്ക് നിങ്ങൾക്ക് ഇവിടെയോ ഒക്കെ ഇവിടം വരെയൊക്കെ ഒരു ട്രേഡ് കിട്ടി, ഒരു 10-15 പോയിൻ്റൊക്കെ നിങ്ങൾക്ക് സുന്ദരമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായി? അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സെറ്റപ്പ് കാണണമെന്നുണ്ടെങ്കിൽ, കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചേ പോകത്തുള്ളൂ. പഠിക്കാതെ നമുക്ക് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്താ പറയുന്നത്, പഠിക്കാൻ ശ്രമിക്കുക. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളൊരു ഹീറോ എടുത്തില്ലേ. ഹീറോ ഞാൻ 6 രൂപയ്ക്ക് എടുക്കാനാണ് പറയുന്നത്. അത് ഇവിടെ വന്നപ്പോഴേ എടുത്ത് 6 രൂപയ്ക്ക്. ഈ 6 രൂപയ്ക്ക് എടുത്ത് ഹീറോ ഇവിടെ ചുമ്മാ ആടി കളിച്ചു. 6, 7 പോയി, 8 പോയി, 10 പോയി, തിരിച്ച് താഴെ വന്ന് കളിച്ച് അവസാനം ഇത് 2 രൂപയായി. ഇവിടെ വന്നപ്പോൾ 2 രൂപയായി. ഓക്കെ, നമ്മൾ ഒന്നെങ്കിൽ ഹീറോ അല്ലെങ്കിൽ സീറോ, രണ്ടിലേതെങ്കിലും ഒന്നാണ് നമുക്ക് ഇതിൽ സ്ട്രാറ്റജി ഇല്ലേ. 6 രൂപയ്ക്ക് ഞാൻ എടുക്കാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. 6 രൂപ കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു. 450 രൂപയുടെ റിസ്ക് ഇല്ലേ. ഈ സാധനം 12 രൂപ വരെ പോയി, 11.75 വരെ പോയി, 75 രൂപ. അപ്പോൾ എപ്പോഴും നമ്മൾ ഹീറോ എടുക്കുമ്പോൾ ശരി, നമ്മുടെ കയ്യിൽ അഫോർഡബിൾ ആയിട്ടുള്ള ലോട്ടേ എടുക്കാവൂ. അത് മാത്രമല്ല, നമ്മൾ ഓർഡർ ഇട്ട് വേണം ചെയ്യാൻ. ഇപ്പം നമ്മൾ 6 എടുത്തു, ഒക്കെ 10 ആണെങ്കിൽ നമ്മൾ 10 ഓർഡർ ഇട്ട് വെക്കണം. ചിലപ്പം നമ്മൾ സ്ക്രീനിൽ ചിലപ്പോൾ 8 കാണത്തുള്ളൂ. പക്ഷേ നമ്മൾ 10 ഇട്ടത് നമ്മൾ ട്രിഗറാകും. കാരണം ഫ്ലാഷാണ്. മനസ്സിലായി? ഫ്ലാഷ് അടിച്ച് പോകും. അപ്പം അത് ട്രിഗറാകും. അങ്ങനെ എപ്പോഴും നമ്മൾ ഓർഡർ ഇട്ട 2 പ്രാവശ്യം നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. 10 രൂപ 2 പ്രാവശ്യം വന്നു. ആദ്യം 11 വന്നു, പിന്നെ 11.75 വന്നു. 2 ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. എത്ര പേർക്ക് എടുത്തെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഹീറോ എടുക്കുന്നവർ അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സ്പയർ എടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. ഇവിടുന്ന് ഇപ്പോൾ നിങ്ങളൊരു നെക്സ്റ്റ് എക്സ്പയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും ഇല്ല. മാർക്കറ്റ് ഇവിടുന്ന് മേലോട്ട് കയറി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറുന്ന അത്ര നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഞാൻ ഒരെണ്ണം എടുത്തായിരുന്നു. അപ്പം നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമുക്കൊരു സെറ്റപ്പ്. ഇന്നത്തെ പ്രത്യേകിച്ച് മാർക്കറ്റിൽ വേറെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇല്ല. ചെറിയ സ്കാൽപ്പിംഗ് പരിപാടി മാത്രം അല്ല. ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു സെറ്റപ്പ് ഞാൻ പറഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് കിട്ടിയ മാത്രമല്ല, അല്ലാതെ വേറെ ഓപ്പർച്യൂണിറ്റി ഒന്നും മാർക്കറ്റില്ല. ചുമ്മാ നോക്കിയിരിക്കാമെന്ന് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നമുക്കുള്ള സെറ്റപ്പ് വരുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഷോർട്ട് കവറിങ് വന്ന് മാർക്കറ്റ് നേരെ ഇവിടം വരെ പോയെങ്കിലും മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് ഇവിടെയാണ് കേട്ടോ. 23,311 ഈ റേഞ്ചിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇവിടെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ക്ലോസിങ് ഇവിടെയാണ്. ഇവിടം വരെ പോയെങ്കിലും ആക്ച്വൽ ക്ലോസിങ്, വെയ്റ്റഡ് ആവറേജ് ക്ലോസിങ് ഇവിടെയാണ്. ഓക്കെ, അപ്പം നാളെ നമുക്ക് എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി നാളെ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം അത് വേണ്ട, അത് ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്കിനി നാളെ എന്താണ് സംഭവിക്കുന്നത്. നാളെ നമുക്ക് ഇതാണ് നമ്മുടെ റേഞ്ച്. നാളെ ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഓക്കെ, ഇതും വേണ്ട, വിട്ടേരെ. ഇതും വേണ്ട, അതും വേണ്ട. ഈ സാധനം ഇത് രണ്ടുമാണ്. അപ്പോൾ ഈ ട്രേഡ് മാറി, ട്രേഡിൻ്റെ ലെവലുകളെല്ലാം നമ്മൾ മാറി. ഓക്കെ, ഇനി അടുത്ത 2 ലെവലുകൾ ഇതാണ് നമ്മുടെ റേഞ്ച്. ഓക്കെ, ഇതാണ് നമ്മുടെ റേഞ്ച്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കളഞ്ഞേക്കാം, ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇപ്പം നിലവിൽ ഇവിടെയാണ് നിൽക്കുന്നത്. മാർക്കറ്റ് എവിടെയാണ് നിൽക്കുന്നത്? ഇവിടെ 23,311. ഓക്കെ, മാർക്കറ്റ് ഇവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, കളർ മാറ്റിയേക്കാം. ഓക്കെ, ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കണം. ഇത് ഇന്നത്തെ ഓപ്പണിംഗ് ആണ്. അത് വേണ്ട, നമുക്ക് ഈ ഹൈ വേണം. ഈ ഹൈ വേണം. ഇതൊരു ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യുന്നത്, നമുക്ക് മാർക്കറ്റ് ഇതിവിടെയാണ്
ഇത് മാർക്കറ്റ് എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക, ഇവിടെ ഓപ്പൺ ചെയ്യും. നാളെ മിക്കവാറും ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയാണ്. അത് റിലയൻസിൻ്റെ, ആക്സിസ് ബാങ്കിൻ്റെ, ഇൻഫിയുടെ ഒക്കെ റിസൾട്ട് വന്നിട്ടുണ്ട്. എല്ലാം നല്ല റിസൾട്ടാണെന്ന് തോന്നുന്നു. ഞാൻ ശരിക്കും നോക്കിയില്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കിയിരിക്കും. ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഇത് ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിലൂടെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് നോക്കാം. അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ എസ് എൽ ഇട്ടിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് നമുക്ക് നോക്കാം. പക്ഷേ ആ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ നോക്കണം. ആ ക്യാൻഡിൽ നല്ല സ്ട്രോങ് ക്യാൻഡിലാണെങ്കിൽ മാത്രമേ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നമ്മൾ കയറാവൂ. ഇല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് വെയിറ്റ് ചെയ്യണം. മനസ്സിലായി പറഞ്ഞേ? ഈ 23,392 മുകളിൽ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നല്ല സ്ട്രോങ് ഡോജി ഒന്നും പറ്റത്തില്ല, നല്ല സ്ട്രോങ് ക്യാൻഡിൽ, സ്ട്രോങ് ബോഡിയുള്ള ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്യാൻഡിലിൻ്റെ താഴെ എസ് എൽ ഇട്ടിട്ട് നിങ്ങൾക്ക്, അല്ല ഇതിന് താഴെ എസ് എൽ ഇട്ട് നിങ്ങൾക്ക് ട്രേഡ് നോക്കാം. ഇല്ല ഇവിടെ ആടിക്കളിച്ച് നിൽക്കുന്ന ആണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും നല്ല വൃത്തിയായിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുകളിലോട്ടൊരു ട്രേഡ് ഉള്ളൂ. ബാക്കി റേഞ്ചുകളൊക്കെ ഇവിടെ വരച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിനെപ്പറ്റി പിന്നെ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. ഇവനെ നമുക്ക് ഇങ്ങോട്ട് നീക്കി വെക്കാം. ഓക്കെ, ഇതാണ് മുകളിലോട്ടുള്ള റേഞ്ച്. ഓക്കെ, ഇനി താഴോട്ടുള്ള റേഞ്ചോ, താഴോട്ടുള്ള എല്ലാം അതുപോലെ തന്നെ ഇവിടെ കിടപ്പുണ്ട്. ഒന്നും ചെയ്യാനൊന്നുമില്ല, എല്ലാം റെഡിയാണ്. താഴോട്ടൊന്നും മാർക്കറ്റ് വന്നില്ല. പിന്നെ അപ്പോൾ നമ്മൾ അവിടെ പിന്നെ വേറെ ഒത്തിരി സംഭവ വികാസത്തിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഓൾറെഡി മാർക്കറ്റ് ഇവിടെ ഉണ്ട്. അപ്പം താഴോട്ട് ഒരു ഇത് മാത്രം വരച്ചാൽ മതി, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഓക്കെ, രണ്ടാമത്തേത് ഇവിടെ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പം ഇതാണ് നാളത്തെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ഇനി എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക. ഇതിനകത്ത് ഇവിടെയാണ് ഓപ്പണിങ്, ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ ഇതിന് മുകളിലോട്ട് ചെയ്യുക. ഇനി സപ്പോസ് ഇതിനും മുകളിൽ പോവുക, ഇതിനും മുകളിൽ ഇവിടെ ഓപ്പൺ ചെയ്യുമെന്ന് വിചാരിച്ചു. ഇനി ഇവിടെയാണോ ഓപ്പൺ ചെയ്യുമെന്ന് വിചാരിച്ചു. ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കുന്നത് നോക്കുക, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക. മനസ്സിലായോ പറഞ്ഞേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ട്രേഡ് എടുക്കാം, അല്ല ഇവിടെ വന്ന് സപ്പോർട്ട് തിരിച്ച് പോകാം. അപ്പോൾ അതൊക്കെ അന്നേരത്തെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചാണ്, സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴേ നമുക്ക് അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ കാര്യം പറഞ്ഞ് മനസ്സിലായല്ലോ. നിങ്ങൾ അതുകൊണ്ട് ഇതൊക്കെ പഠിക്കണമെങ്കിൽ, ഇങ്ങനെയുള്ള ഫോർമേഷൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ പിന്നെ പ്രൈസ് ആക്ഷൻ സീരീസ് കാണുക. നിങ്ങൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലെന്ന്. നിങ്ങൾ ആ 9 ചാപ്റ്റർ ഉണ്ട് അതിനകത്ത്, 9 എപ്പിസോഡുണ്ട് ആ പ്രൈസ് ആക്ഷൻ സീരീസിനകത്തിൽ. നിങ്ങളത് കണ്ടു നോക്കുക. 1-2 കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ്. പലരും എനിക്ക് മെസ്സേജ് അയച്ചു, സാർ ഞങ്ങൾ പൈസ കൊടുത്ത് ഒത്തിരി അടുത്ത് പോയി, പക്ഷേ എന്നാലും അവിടെ ഒന്നും കിട്ടാത്തൊരു സംഭവമാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ശരിക്കും ഞങ്ങളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എത്രയോ പേര് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. 1-2 എപ്പിസോഡ് നിങ്ങൾ ആദ്യം കാണുക. കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കാണും. ഓക്കെ, അതുപോലെ ട്രേഡിംഗ് വ്യൂവിനകത്തിൽ എങ്ങനെ വരയ്ക്കുന്നതൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കാണാൻ ശ്രമിക്കുക. ഇതിൻ്റെ അവസാനം ഞാൻ പിൻ ചെയ്തേക്കാം, അത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.